എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിലൊരു പോത്ത് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും നമുക്ക്. നോക്കി നല്ല ഇതുവരെ ഞാൻ ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പോത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി, പോത്തിറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി നല്ല വൃത്തിയായിട്ട് കഴുകി ഞെക്കി പിഴിഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി ചേർത്ത് വെക്കണം. അതെന്ന് വെച്ചാൽ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിയുമ്പം അതൊന്നുകൂടെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ ബ്ലഡ് എല്ലാം അങ്ങ് പോയി കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും കൂടി അരച്ചതാണ്. പോത്ത് കറി വെക്കുമ്പോൾ എപ്പോഴും പെരുംജീരകം ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 5 സവാള സ്ലൈസ് ചെയ്തതും 4 പച്ചമുളക് കീറിയിട്ടതും കൂടി ഇട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം പേസ്റ്റും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 1.5 കിലോ പോത്തിറച്ചിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി. നമ്മളിത് വഴറ്റിയൊന്നും എടുക്കുന്നില്ല, കുക്കറിൽ തന്നെ ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ, കുക്കറാണെങ്കിൽ. അപ്പം അത് നമ്മൾ തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ചങ്ങ് വെക്കാം. ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഈ സവാള നന്നായിട്ട് വെന്തിരിക്കും. കണ്ടോ, 2 വിസിലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു ഞാൻ. കണ്ടോ, നമ്മുടെ സവാളയെല്ലാം നല്ല വെന്ത് കിടപ്പുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോയിലെല്ലാം പറയാറുണ്ട്, ചെറിയ സ്പൂണാണ്. അതുകൊണ്ടാണ് ഈ ഒരുപാട് ഇടുന്നത് പോലെ തോന്നുന്നത്. ഒരു 5 ചെറിയ സ്പൂൺ, 3 ടേബിൾ സ്പൂണേ വരുന്നുള്ളൂ കേട്ടോ. 5 ചെറിയ സ്പൂൺ ആകുമ്പോൾ ഞാൻ അതിനൊരു ഇത് പോത്തിറച്ചി ആയതുകൊണ്ട് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ ഉലുവാപ്പൊടി ചേർക്കും. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇതിൻ്റെ പച്ചമണം നമുക്കൊന്ന് മാറിക്കിട്ടണം. അത് കുക്കറിലിട്ട് നമ്മളൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ സവാളയിൽ അതൊക്കെ ഒന്ന് പിടിക്കും. ഇനി നമുക്ക് കുരുമുളക് വേണം. പോത്തിറച്ചിക്ക് കുരുമുളക് പ്രധാനമാണ്. അപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇനി നമുക്ക് വേണ്ടത് 1 തക്കാളി അരിഞ്ഞതാണ്. ആ 1 തക്കാളി അരിഞ്ഞത് കൂടി അതിലേക്കിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ പൊടിവർഗ്ഗങ്ങളൊക്കെ ആ സവാളയിൽ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. നമ്മൾ പെരുംജീരകം ആദ്യമേ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തു. ഇനി അത് നമുക്ക് അതിൻ്റെ ആ ഒരു പൊടികളെല്ലാം നമ്മുടെ സവാളയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗ്രേവി ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പോത്ത് നല്ല ഞാൻ ആ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരുന്നത് ഒന്നുകൂടെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അത് ആ പോത്തിറച്ചി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ മല്ലിയിലയും പുതിനയിലയും ഒന്നും ചേർത്തിട്ടില്ല, കാരണം ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. ഇവിടെ എനിക്ക് ഇഷ്ടമാണെങ്കിലും വേറെ ആർക്കും അത് ഇഷ്ടമല്ല, അതുകൊണ്ട് അതൊന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് കുക്കറിലൊരു 5-6 വിസിൽ, നമ്മുടെ ആ ഒരു പോത്തിറച്ചിയുടെ വേവ് അനുസരിച്ച് അതവിടെ ഇരുന്ന് വിസിൽ വരും. അപ്പോൾ ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യും കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമുക്ക് ആ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ ഉപ്പിടണം, എന്നാൽ മാത്രമേ നമ്മുടെ ചോറിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 2 കിലോ അരിയാണ് ഈ പാനിൽ വെക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റ് വേവിന് നമുക്ക്
കിട്ടും. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടപ്പ് നോക്കി. ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മുടെ പോത്തും ഏതാണ്ടൊരു 5 വിസിൽ കേട്ടു കേട്ടോ. കാരണം പോത്തിന് നല്ല വേവുള്ള പോത്തിറച്ചിയായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കറി അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് വളരെ അടിയിൽ ഒരു ലെയറിനുള്ള കറി മാത്രമേ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ ചോറ് അവിടെ റെഡി ആയിരിപ്പുണ്ടല്ലോ. ആ ചോറ് നമ്മളെടുത്തിട്ട് ഒരു ലെയർ ചോറ് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിയിൽ നിന്ന് കറി ഞാൻ മാറ്റി അതിനകത്ത് ഒരു ലെയറിനുള്ള കറി മാത്രമേ അവിടെ ഒരു 2 തവി കറി അവിടെ കിടപ്പുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ചോറ് ഒരു ലെയർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെപ്പോഴും ബിരിയാണിക്ക് നമ്മളങ്ങനെ നേരത്തെ അത് വറുത്ത് കോരി വെച്ചിരിക്കണം. അപ്പോൾ അതിനി ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ കറി വെക്കുന്ന കുക്കറിലേക്ക് തന്നെ നമ്മൾ ചോറ് വെച്ചിട്ട് ഇത് ദം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി. കാരണം അതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മുടെ ചോറിൽ ഒന്നുകൂടെ പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ആ കുക്കറിലോട്ട് തന്നെ ഇത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇങ്ങനെ ഓരോ ലെയറായിട്ടാണല്ലോ നമ്മളെപ്പോഴും ബിരിയാണി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് വീണ്ടും നമ്മൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നു. ചോറിട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് നിരത്തി കൃത്യമായ അടുക്കുകളാക്കിയാണ് നമ്മൾ വെക്കുന്നത്. ചോറ് നമ്മൾ ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനോട് വലിയൊരു ഇതില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ചോറ് വേറെ വെക്കുന്നത്. ദം ചെയ്യാനായിട്ടാണ് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ലെയർ കറി ഇട്ട് കൊടുക്കാം. കറി നല്ല പരുവത്തിന് പറ്റിയിരിക്കുകയാണ് കണ്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇനി നമ്മൾ കറി ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ ലെയറായിട്ട് ഒരു ലെയർ കറി, ഒരു ലെയർ ചോറ്, പിന്നെ ഒരു ലെയർ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തത്. അങ്ങനെ നമ്മൾ ഇത് 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. അതിൽ നമുക്കൊരു 6 ഗ്ലാസ് അരി ഞാൻ ഇതിനകത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു ലെയർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ 2 കിലോ അരിയാണ് ഞാൻ ആ പാനിൽ വെച്ചതെങ്കിൽ അത് മൊത്തം നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ബിരിയാണി ഇഷ്ടമല്ല, വേറെ ചോറ് മാത്രമായിട്ട് കഴിക്കേണ്ടവർക്ക് ഞാൻ ചോറും കറിയും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് നമ്മളിതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബിരിയാണിക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞെവിടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസൊക്കെ അതിലേക്ക് വീണ് നമുക്കൊരു പൈനാപ്പിൾ ഫ്ലേവറും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയാണത്. അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് കുക്കറൊന്ന് അടച്ച് ഈ വിസിൽ മാറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട, കരിയുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. വിസിൽ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആവി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് നിർത്താം. കണ്ടോ, നല്ല ദമ്മായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ മുമ്പേ ഞാൻ 6 ഗ്ലാസ് അരി എന്നാണ് പറഞ്ഞത്. 6 ഗ്ലാസ് അരി പറ്റത്തില്ലല്ലോ, 5 ലിറ്ററിൻ്റെ കുക്കറല്ലേ. നമുക്കൊരു 4 ഗ്ലാസ് അരി മാത്രമേ ഇതിൽ പറ്റത്തുള്ളൂ. ബാക്കി ചോറ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് 1 കിലോ അരി ഈ കുക്കറിൽ ഇങ്ങനെ ദം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്